ഹലോ. ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമ്മളൊക്കെയും ഹീലായി കഴിയുമ്പം ഒരു അൺകണ്ടീഷണൽ ലവിലേക്ക് വന്ന് ഒരു വണ്ണസിൻ്റെ എനർജിയിലായിരിക്കണമെന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഇത് ശരിക്കും എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഈ ഒരു വണ്ണസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഹീലിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കൊക്കെ ഒരു ഡൗട്ട് കാണും. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? ഇങ്ങനെയാണോ ഹീലാകുന്നത്? ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇവിടെ തെറ്റാവുമോ എന്നൊക്കെ ഉള്ളത്. ആക്ച്വലി ഇതും ഒരു ഡ്യുവാലിറ്റിയാണ്. അതായത് ഡൗട്ടിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു ഡ്യുവാലിറ്റിയാണ്. നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന വോയിസിനെ കേട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെ തെറ്റും ശരിയും ഒന്നുമില്ല. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്പിരിച്വാലിറ്റിയിൽ അവിടുന്ന് ഒരു ലെസൺ പഠിക്കാനുണ്ടെങ്കിൽ ആ ലെസൺ പഠിക്കുന്നോടം വരെ നമ്മൾ ആ കാര്യങ്ങൾ, ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ലെസൺ എപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്? അവെയർനെസ്സിലേക്ക് വരുമ്പോൾ. ഈ ഒരു അവെയർനെസ് എന്ന് പറയുന്നത് ഉണ്ടായിട്ട് നമ്മൾ പലപ്പോഴും പല പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഹീലിങ്ങിലേക്ക് വരുമ്പോൾ ഇത് തെറ്റാണോ ശരിയാണോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാവും, അല്ലെങ്കിൽ എൻ്റെ ട്വിൻ ഫ്ലെയിം വരുമ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്യണോ, സംസാരിക്കണോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ചിന്തകളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു ഡ്യുവാലിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു വണ്ണസിൻ്റെ എനർജി അല്ല. ഈ വണ്ണസിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മുടെ തോട്ട് പാറ്റേണിൽ നിന്നും തന്നെ നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ ആ ഒരു ഹീലിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിൽ നിന്നും തന്നെ തുടങ്ങണം. ഇവിടുന്ന് പതിയെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ നമ്മുടെ ഇന്നർ കോളിംഗ് ആയിരിക്കും അത്. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെയും റിപ്പീറ്റഡ് പാറ്റേൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ മനസ്സിലാകുമ്പോൾ എഗെയിൻ അവിടെ പിന്നെ ഒരു ഗിൽട്ടിൻ്റെ എനർജിയിലൊന്നും പോവാതെ ഇതെൻ്റെ പാതയാണ്, ഞാനിത് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു റിയലൈസേഷനിലൂടെ, ഒരു സെൽഫ് അവെയർനെസ്സിലൂടെ മുമ്പോട്ട് പോവുക. ഇങ്ങനെ പോകുമ്പോൾ ആദ്യത്തെ പടി, നമ്മളുടെ ആ ഒരു വണ്ണസ് എനർജിയുടെ ആദ്യത്തെ പടി നമ്മൾ ചവിട്ടുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ മുമ്പോട്ട് വരുമ്പോൾ തന്നെ ഈ കാർമിക്സ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ സോൾമേറ്റ്സ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞുള്ള എല്ലാ കാറ്റഗറൈസേഷനെയും നമ്മൾ പതിയെ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സോൾസ് ഒക്കെ നമ്മുടെ ലൈഫിൽ വന്നിരിക്കുന്നത് നമ്മളെ അവേക്കൻ ചെയ്യാനും നമ്മളുടെ ലെസൺസ് കംപ്ലീറ്റ് ചെയ്യിക്കാനും നമ്മുടെ കർമ്മേനെ കംപ്ലീറ്റ് ചെയ്യിക്കാനുമാണെന്നുള്ള ഒരു ലെസണിലേക്ക് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഉള്ള ആ ഒരു ഡ്യുവൽ, അല്ലെങ്കിൽ ആ ഒരു ഡ്യുവാലിറ്റി, ലോവർ വൈബ്രേഷണൽ, ഹയർ വൈബ്രേഷൻ എന്നുള്ള കാറ്റഗറൈസേഷനൊക്കെ പോയിട്ട് നമ്മൾ ആ ഉള്ള ഒരു വണ്ണസിൻ്റെ എനർജിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ തോട്ട് പാറ്റേണിലുള്ള ഡൗട്ട്സ് മാറ്റി വെക്കുക. അടുത്തതായിട്ട് എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളെ അത് അങ്ങനെയായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, അൺകണ്ടീഷണൽ ലവിൽ ഇരിക്കുക. ഇങ്ങനെ നമുക്ക് വണ്ണസ് എനർജീനെ അച്ചീവ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്.